കലാമാമാങ്കത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു അനന്തപുരി. സ്വർണ്ണക്കപ്പിന് തലസ്ഥാന നഗരിയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. പൂജപ്പുരയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി നഗരം ചുറ്റി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കലോത്സവ വേദിയിലേക്ക് ആനയിക്കുകയാണ്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെയാണ് കലോത്സവത്തിന് തിരിതെളിയുക. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പ്രധാന വേദിയിൽ നിന്നും ഭാരതപ്പുഴ എന്ന പേരാണ് പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാന വേദിയിൽ നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, കലോത്സവത്തിന് എല്ലാ കൊട്ടും ആരവങ്ങളും എല്ലാം ഉണർന്നു കഴിഞ്ഞു. നാളെയാണ് കലോത്സവം ഔദ്യോഗികമായി ആരംഭിക്കുക. ഇപ്പോൾ വർണ്ണശബളമായ ഘോഷയാത്ര, സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഘോഷയാത്ര അവിടെ എപ്പോഴാണ് എത്തുക? കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാവിലെയോട് കൂടി തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളായി നിറയാൻ പോവുകയാണ്. കലാമാമങ്കത്തിന് നാളെ മുതൽ തുടക്കമാകുന്നു. വേദികൾ ഉണരാൻ പോകുന്നു. അതിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളിലും ഒരുക്കങ്ങളിലുമൊക്കെയാണ് തിരുവനന്തപുരം നഗരവും വേദികളും ഉള്ളത്. അവസാന മിനുക്കുപണികൾ, അവസാന തയ്യാറെടുപ്പുകളൊക്കെ തലസ്ഥാന നഗരിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 249 മത്സര ഇനങ്ങളിലായി 15,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ ഒരു മത്സരത്തിന് എത്താൻ പോകുന്നത്. ഒരുപക്ഷെ നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരം ഒരു കലോത്സവത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒരു രീതിയിലും കുറ്റം കുറവും ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവസാനഘട്ട മിനുക്കുപണികളെല്ലാം പുരോഗമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണക്കപ്പ് രാവിലെ തട്ടത്തുമലയിൽ ജില്ലാതിർത്തിയിൽ സ്വീകരിച്ചതോടുകൂടി തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികളായി നിറഞ്ഞു ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്പസമയം മുമ്പാണ് നഗരാതിർത്തിയായ പൂജപ്പുരയിൽ ഈ ഒരു സ്വർണ്ണക്കപ്പിനെ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഈ സ്വർണ്ണക്കപ്പ് നഗരത്തിന്റെ വിവിധ വേദികളിൽ ഏകദേശം 25ഓളം വേദികളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദി 1-ലാണ്. ഇവിടെയാണ് ഈ ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദികളൊക്കെ നാളെ രാവിലെയോടുകൂടി കാണികൾ നിറയും, വിശിഷ്ട അതിഥികൾ ഉണ്ടാകും. സർപ്രൈസ് അതിഥികൾ ഈ ഒരു കലാമാമാങ്കത്തിന് സാക്ഷികളാകാൻ എത്തും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കലാപൂരത്തിന് നാളെ കൊടി ഉയരാൻ പോവുകയാണ്. അതിന് സ്വീകരിക്കാനായി അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് ഒരു മാമാങ്കം എത്തുമ്പോൾ അതിൽ എല്ലാ രീതിയിലും സർപ്രൈസുകൾ കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയാണ്. വേദി 1-ൽ അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ, മാധ്യമങ്ങൾക്കായി പ്രത്യേക ഇരിപ്പിടങ്ങൾ, തത്സമയം പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാൻ ജനം ടിവിയും വാർത്തകൾ എത്തിക്കാനൊക്കെ ജനം ടിവി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കുള്ള സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും അവസാനഘട്ട വിലയിരുത്തലിലേക്കും അവസാനഘട്ട തയ്യാറെടുപ്പിലേക്കും നീങ്ങുകയാണ്. വേദിയുടെ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയായിരിക്കും വിശിഷ്ട അതിഥികൾ ഉണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാവിലെ 10 മണിയോടുകൂടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ ഔദ്യോഗികമായി കലാപൂരത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ 25 വേദികളിലും മത്സര ഇനങ്ങൾ ആരംഭിക്കും. രാപ്പകലുകൾ ഇനി തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കലയുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും ആട്ടത്തിന്റെയും പാട്ടിന്റെയും ഒക്കെ വേദിയായി മാറും. ഈ 63ാമത് കലോത്സവം അതൊരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭരണ സിരാ കേന്ദ്രത്തിന് തൊട്ട് സമീപത്തായി നടക്കുന്ന കലോത്സവം. ഒപ്പം തന്നെ ഒരു രീതിയിലും പരാതികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതികളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു. പൂർണ്ണമായും ജഡ്ജിംഗ് പാനൽ അല്ലെങ്കിൽ ജഡ്ജസ് പൂർണ്ണമായും വിജിലൻസിന്റെ നിരീക്ഷണ പരിധിയിലായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്വർണ്ണക്കപ്പിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഈ ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന 1-ാം വേദി. ഇവിടേക്കാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആ സ്വർണ്ണക്കപ്പ് എത്താൻ പോകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ ജൈത്രയാത്ര അത് ഓരോ ജില്ലകളിലും എത്തി അവസാനം ഇന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കപ്പ് കൂടി ഇനി ഇവിടെ എത്തുന്നതോടുകൂടി കലാപൂരത്തിന് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി പൂർണ്ണമായും കലോത്സവത്തിലേക്ക് അനന്തപുരി നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ഒരുപക്ഷെ 15,000-ലധികം വിദ്യാർത്ഥികൾ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുകയാണ്. 25-ലധികം വരുന്ന സ്കൂളുകൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സൗകര്യം, അവർക്ക് താമസ സൗകര്യങ്ങൾ, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
പഴയടമാണ് ഇക്കുറിയും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഈ ഒരു കലാപൂരത്തിന് ഭക്ഷണം ഒരുക്കുന്നത്. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റങ്ങൾ, സർപ്രൈസ് ഐറ്റങ്ങളായിരിക്കും ഇത്തവണ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുക എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്തായാലും പാചകപ്പുര, ഊട്ടുപുരയൊക്കെ സജീവമായി കഴിഞ്ഞു. അതേപോലെ തന്നെ ഓരോ വേദികളും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴ കേരള മണ്ണിനെ തഴുകി ഒഴുകുന്നത് പോലെ നാളെ ഈ 26 വേദികളിലും ഓരോ കലാമത്സരങ്ങളുമായി അങ്ങനെ ഒഴുക്കം തുടരുകയാണ്. 8-ാം തീയതിയാണ് ഔദ്യോഗികമായി ഒരു കലാപൂരം അവസാനിക്കുക. ആ 8-ാം തീയതി സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്ത് നിന്നും മറ്റേതെങ്കിലും ജില്ലയിലേക്ക് പോകുമോ, അതോ തലസ്ഥാനം തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തിയ പൂരത്തിൽ കപ്പടിക്കുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ്. എന്തായാലും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു ആഘോഷമാണ്. അത്രയധികം വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവരെ സ്വീകരിക്കാൻ അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ ആദ്യം എത്തിയ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ആദ്യ ബാച്ചിനെ, കലാപൂരത്തിനെത്തിയ ബാച്ചിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മളിനി കാത്തിരിക്കുന്നത് വിനോദ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു സ്വർണ്ണ കപ്പിനാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു സ്റ്റേഡിയത്തിലേക്കായിരിക്കും ആ ഒരു സ്വർണ്ണ കപ്പ് എത്താൻ പോകുന്നത്. അതിനായി കാത്തിരിക്കുകയാണ്. സംഘാടകരുണ്ട്, പോലീസുണ്ട്, സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം ജില്ലയുള്ളത്. കാരണം ഒരു രീതിയിലും പരാതികൾ ഉയരാതെ, പരാതികളൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു മത്സരം അത് ഇക്കുറി സമ്മാനിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ സ്വർണ്ണ കപ്പ് വേദി ഒന്നായ ഭാരതപ്പുഴയിലേക്ക് എത്താൻ. വിനോദം, വളരെ വ്യക്തമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ്. തലസ്ഥാനത്തെ 25 വേദികളിലായി 5 ദിവസം നീളുന്ന കലാമാമാങ്കത്തിനാണ് അനന്തപുരി സാക്ഷിയാവുന്നത്. 249 മത്സര ഇനങ്ങൾ, 15,000-ഓളം മത്സരാർത്ഥികൾ, 14 ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കലാമാമാങ്കത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. 25 വേദികൾക്കും നദികളുടെ പേരാണ് ഇത്തവണ നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. ഭാരതപ്പുഴ എന്നുള്ള പേരാണ് ഈ വേദിക്ക് നൽകിയിട്ടുള്ളത്. ഭാരതപ്പുഴയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ഈ വാർത്ത നമുക്ക് പങ്കുവച്ചത്. ശാലിനിയാണ്. നിമിഷത്തിനകം സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിലേക്ക് എത്തും. അതോടുകൂടി എല്ലാവിധ ആഘോഷങ്ങൾക്കും അവിടെ തുടക്കമാകും. നാളെയാണ് കലോത്സവത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കുക.